വന്നേ കിടക്കണേ. മിലോക്കുട്ടന് ഇന്ന് വിരയുടെ ഗുളിക കൊടുക്കാൻ പോവാം. അപ്പോൾ വിരയുടെ ഗുളിക എന്ന് പറയുന്നത് ഭയങ്കര കയ്പാണ്. ഈ ഗുളിക കഴിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ അവൻ്റെ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാണ് വിരയുടെ ഗുളിക എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഷോപ്പിൽ പോയി മേടിച്ചതാണ്. വിരയുടെ ഗുളികയാണ്. നമ്മൾ ഈ വിരയുടെ ഗുളിക കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇന്നലെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൻ ചെടിയുടെ ഈ ഇലകളൊക്കെ ഇങ്ങനെ തിന്നാൻ തുടങ്ങി. പിന്നെ മണ്ണൊക്കെ ചവച്ച് തിന്നാൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പം വിരയുടെ ഗുളിക കൊടുക്കാനുള്ള സമയമാണെന്നുള്ള സിമ്പലാണ് വരുന്നത്. ഇത് കഴിച്ച് കഴിയുമ്പോൾ വിരയൊക്കെ പോകും. പിന്നെ അവന് ഈ മണ്ണ് കഴിക്കത്തില്ല, അതുപോലെ തന്നെ ഇലയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അവൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയാണ് ഈ വിരയുടെ ഗുളിക കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് വിരയുടെ ഗുളിക. ഞാൻ ഈ വിരയുടെ ഗുളിക ഇങ്ങനെ എടുക്കുകയാണ്, എടുത്തിട്ട് പൊടിക്കുകയാണ്. നിങ്ങൾ ഈ പട്ടിയെ വളർത്തുന്നവർ കറക്റ്റായിട്ട് ഈ വിരയുടെ ഗുളിക നിങ്ങൾ പൊട്ടിക്കണം. പൊടിച്ച് ഇതിൽ പൊടിക്കാൻ പോവാണ്. പേപ്പറിലോട്ടാക്കുകയാണ്. ഇതിലെന്നറിയാമോ? പേപ്പറിലാക്കിട്ട് അവനെ വായിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കും. നല്ല കയ്പാണ്. കയ്പുള്ളതുകൊണ്ട് അവന് ഇഷ്ടമല്ല ഇത്. വേറെ എന്ത് സാധനം കണ്ടാലും അവനറിയാവേ. ഇത് കണ്ടു കഴിഞ്ഞാൽ അവന് നല്ലപോലെ അറിയാം. ഞാനിപ്പോൾ മിലോച്ചേട്ടനെ ഈ വിരയുടെ ഗുളിക കൊടുക്കാൻ പോവാണ്. നല്ല കയ്പാണ്. കയ്പുള്ളതുകൊണ്ട് അവന് ഇഷ്ടമല്ല. നേരത്തെ 1-2 തവണ കൊടുത്തതാണ്. അതുകൊണ്ട് അവനിത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവന് ദേഷ്യമാണ്. അതുകൊണ്ട് മിലോച്ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, മിലോച്ചേട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ തുടലൊക്കെ വെച്ച് ഇച്ചിരി ആരെന്നറിയോ, ഈ തുടലുകൊണ്ട് മിലോ മിലോ കുട്ടേ പിടി പിടി പിടി. ഞാൻ പിടിക്കാൻ പോണേ. പിടി പിടി പിടി. മിലോ ബാ ഗുളിക കളിക്കാം. ബാ മിലോ ബാ ഗുളിക കഴിക്കാം. നായ്ക്കളെ വളർത്തുന്നവര് ശരീരപുഷ്ടിക്ക് തീർച്ചയായിട്ടും 6 മാസം കൂടുമ്പോൾ വിരകളെ നശിപ്പിക്കേണ്ടതിനായിട്ട് ഈ വിര ഗുളികകൾ കറക്റ്റായിട്ട് കൊടുക്കണം. തട്ടിപ്പോ മിലോക്കുട്ടൻ അങ്ങനെ ഗുളിക കൊടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കര പിണക്കത്തിലാന്ന് തോന്നുന്നു. അങ്ങോട്ട് മാറി നിൽക്കുക, ഒരു മൈൻഡും കാണിക്കുന്നില്ല. എന്നാല് നമ്മൾ വിടുവോ? പുള്ളിയെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കുകയാണ്. നടക്കുമ്പോഴത്തേനെ വന്നേ കിടക്കണേ.